അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ പത്തിലെ കടന്നുകൊണ്ടിരിക്കുകയാണ് നാം. ഏറ്റവും പുണ്യമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ടുന്ന സമയത്തും നമ്മുടെ കേരളക്കരയിൽ ആത്മീയ ചൂഷണത്തിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ, നൂറെ ഹബീബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലുള്ള താനൂരുള്ള ഒരു സ്ത്രീ തന്നെ അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകളെക്കുറിച്ച് പറയുന്ന ഭാഗം നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. അവിടുത്തെ ചികിത്സാ രീതികൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവിടുത്തെ ചികിത്സാ രീതി ശരിയല്ലാന്ന് തോന്നി. അപ്പൊ എനിക്ക് ഈ ആറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞ ആൾക്ക് പേഴ്സണലായിട്ട് ഒരു നമ്പർ ഒരിക്കലും യുനാനി ചികിത്സ ആളല്ലല്ലോ അവിടെ നടക്കുന്നത്. അപ്പൊ ആത്മീയ ചികിത്സയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ടുണ്ട് സത്യത്തിൽ. കാരണം ഇവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ വേണ്ടി നിന്നത് തന്നെയാണ്. അപ്പൊ അവിടെ ഒരു സ്ത്രീന്റെ തല ഇങ്ങനെ തലോടുന്നുണ്ട്, പുറം തലോടുകൂടെ ഇതിന്റെ തൊട്ടിട്ടൊന്നുമില്ല കേട്ടോ. അത് ഞാൻ ഉള്ളത് പറയുന്നത് ഓരോരുത്തരെ കണ്ടാൽ തന്നെ അറിയുന്നത് തൊട്ടാട്ടി കിട്ടുന്നവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ പോയി വഴി എനിക്ക് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, എന്തിനാ മോൻ അവിടെ നിർത്തിയത്, കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പൊ തങ്ങളന്ന് നോക്കില്ല മക്കളുടെ ഫോണെന്ന് പറഞ്ഞു, ഇതിനുള്ള പണി ഞാൻ എനിക്ക് തരാൻ, ഞാൻ പണി തുടങ്ങാൻ പോകുമല്ലോ. അപ്പൊ എന്നോട് അറിയാം ഒരു വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നിട്ടാണ് അങ്ങനെ അനാചാരത്തിനറി ഞാൻ പ്രതികരിക്കും. അവിടെ നടക്കുന്നത് പക്ക ഫ്രോഡ് പരിപാടി, ഒരുപാട് സ്ത്രീകളെ വെച്ചിട്ട് നിങ്ങൾ നിൽക്കുന്ന അനാചാരമാണ്, ആത്മീയ ചൂഷണം നടക്കുന്നത്, ഇസ്ലാം വിറ്റുകൾ പൈസ ഉണ്ടാക്കുകയാണ്. ഇതിനെതിരെ ഞാൻ പ്രതികരിക്കും. തങ്ങൾ ഞാൻ ഇങ്ങോട്ട് വരുന്നത് സമയം നൽകുന്നുവെന്നും ഒക്കെ സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇദ്ദേഹത്തിനെതിരായിക്കൊണ്ട് നിരവധിയായ പരാതികളാണ് ഉയർന്നു കേൾക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒന്നും പറച്ചില്ല. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇത് മാത്രമല്ല ഒരുപാട് വീഡിയോസുകൾ ഇനിയുണ്ട്. ഇതൊരു സാമ്പിൾ മാത്രമാണ്. അദ്ദേഹത്തെ വേറെ സ്ഥലത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് കരച്ചിൽ, പെണ്ണുങ്ങൾ ഉള്ളിലുള്ള റൂമിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് ആർക്കും അറിയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെ നമുക്ക് പറയാനുള്ളത്, കേരളത്തിലുള്ള ഇതിനൊക്കെ തുടക്കം കുറിച്ച, ഇയാളിപ്പോൾ തുടങ്ങിയതാണല്ലോ, ഇതിനൊക്കെ തുടക്കം കുറിച്ച മുസ്ലിയാക്കന്മാരുണ്ട് സമസ്തയിലുള്ള. ഒന്നാമതായി ജാറങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടിട്ടാണ് ഈ ആത്മീയ ചൂഷണങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അത് വെച്ചുകൊണ്ടിട്ട് ഇത് ഏറ്റവും പണമുണ്ടാക്കാൻ ഏറ്റവും നല്ല ഒരു പണിയാണ്. ഒരു തൊപ്പിയും പച്ച ഷാളും ഒരു നല്ലൊരു വെള്ള വസ്ത്രവും ഇട്ടിട്ട് ഒരു 4-5 തസ്ബീഹ മാല കഴുത്തു കൂടി ഇട്ടാൽ ആളുകൾക്ക് നല്ല ഉഷാർ തങ്ങളായി. ഇയാൾ മുമ്പൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു എന്നാ, ഈ തങ്ങളൊന്നും അല്ല എന്നുള്ളതാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് കാണാം. ഏതായാലും നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാർ, സമസ്തയിലുള്ള ആളുകൾ ഒന്ന് ഉണരണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ബാക്കി വീഡിയോ അടുത്ത് ഇൻഷാ അല്ലാഹ്.